പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതം ഭാഗം 4. ആധുനിക കാലത്തെ പോലെ സുഖസൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും അന്നത്തെ അറബികൾക്ക് അറിയാമായിരുന്നില്ല. അവരുടെ ജീവിതം വളരെ ലളിതവും പ്രകൃതിയോട് അടുത്തതുമായിരുന്നു. നഗരവൽക്കരണം, ആധുനിക ഗാർഹികോപകരണങ്ങൾ, സാങ്കേതിക സൗകര്യങ്ങൾ എന്നിവയൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പകരം അവർ പ്രകൃതിയോട് യോജിച്ചുള്ള ഒരു ജീവിതശൈലി സ്വീകരിച്ചിരുന്നു. കച്ചവടമായിരുന്നു അറബികളുടെ പ്രധാന തൊഴിൽ. അവർ വ്യാപാരത്തിലൂടെ മാത്രമല്ല ജീവിച്ചിരുന്നത്, മറിച്ച് ലോകവുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അവരുടെ വ്യാപാര സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. അബസീനിയ, സിറിയ, ഫലസ്തീൻ, ഇന്ത്യ ഇവിടങ്ങളിലേക്കാണ് ഇവർ പ്രധാനമായും കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അന്നത്തെ അറബി ധനികർ ഇന്ത്യൻ വാളുകളെ വളരെ മാന്യമായി കണക്കാക്കിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ലഭിച്ച വാളുകൾ അവരുടെ ആയുധശാലയിലെ പ്രധാന ആസ്തികളായിരുന്നു. അറബികൾക്ക് വസ്ത്രങ്ങൾ പ്രധാനമായും യമനിൽ നിന്നും സിറിയയിൽ നിന്നും ലഭിച്ചിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള തുണിത്തരങ്ങൾ അറേബ്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടിരുന്നു. അറബികളുടെ വാസസ്ഥലങ്ങൾ പ്രധാനമായും നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ യമനും വടക്കൻ പ്രദേശങ്ങളും ഒഴികെയുള്ള ഭാഗങ്ങളിൽ ബദുക്കൾ, അതായത് നാടോടി ഗോത്രങ്ങൾ ആണ് കൂടുതൽ ജീവിച്ചിരുന്നത്. ഈ ഗോത്രങ്ങൾക്ക് സ്ഥിരമായ വാസസ്ഥലങ്ങളോ ആധുനിക സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പകരം അവർ പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം നയിച്ചിരുന്നു. അറേബ്യൻ ഉപദ്വീപ് ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഓരോ ഗോത്രത്തിനും തൻ്റേതായ ആചാരങ്ങളും സംസ്കാരവും ഉണ്ടായിരുന്നു. ഈ ഗോത്രങ്ങൾ തമ്മിൽ ചിലപ്പോൾ യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും നടക്കാറുണ്ടായിരുന്നു. എന്നാൽ വ്യാപാരം നടത്തുന്നതിനായി ഇവർ പലപ്പോഴും ഒത്തുചേരുകയും ചെയ്തിരുന്നു. ഓരോ പ്രദേശത്തും വിവിധ ഗോത്രങ്ങൾ തങ്ങളുടെ സ്വന്തം രീതിയിൽ ജീവിച്ചു വന്നിരുന്നു. ഈ ഗോത്രക്കാർ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളായിരുന്നു. ഒരിടത്ത് വെള്ളം കുറഞ്ഞാൽ അല്ലെങ്കിൽ പുല്ല് തീർന്നാൽ അവർ ഉടൻ തന്നെ തങ്ങളുടെ കൂട്ടങ്ങളോടൊപ്പം മറ്റു സ്ഥലത്തേക്ക് താമസം മാറ്റുകയും ചെയ്തിരുന്നു. അവരുടെ പ്രധാന സമ്പത്ത് ചെമ്മരിയാടുകളും കോലാടുകളും ഒട്ടകങ്ങളുമായിരുന്നു. ഈ മൃഗങ്ങളിൽ നിന്ന് ലഭിച്ച രോമം കൊണ്ട് വസ്ത്രങ്ങളും തോൽ കൊണ്ട് കൂടാരങ്ങളും അവർ നിർമ്മിച്ചിരുന്നു. ഇവയുടെ മാംസം ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നു. ആവശ്യത്തിന് മതിയായത് കഴിച്ച ശേഷം ബാക്കിയുള്ളത് അവർ വിറ്റ് പണമാക്കുകയും ചെയ്തിരുന്നു. ആ കാലത്ത് സ്വർണവും വെള്ളിയും വളരെ അപൂർവമായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് ഇവ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ അവർ കക്കച്ചിപ്പികളോ ബത്തക്കുരു ഉണക്കിക്കോർത്തതോ മറ്റ് സ്വാഭാവിക വസ്തുക്കളോ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ ആഭരണങ്ങൾ അവർ അണിഞ്ഞു നടന്നിരുന്നു.